Dear students, today ഒരു സ്ട്രക്ചർ ഘടന ആവശ്യമുണ്ട്. വിത്തൗട്ട് എ പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി മാറ്റർ, അതായത് അനുയോജ്യമല്ലാത്ത ാണെങ്കിലും അല്ലെങ്കിൽ അത് സംസാരിക്കുമ്പോഴാണെങ്കിലും അനുയോജ്യമായൊരു ഘടന ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ എഴുതുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ആയ വിഷയം ഇല്ലെങ്കിൽ എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഗെറ്റ്സ് ക്രിയേറ്റഡ്, ഒരുപാട് എന്താ പറയുന്നത് സങ്കീർണതകൾ അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ ഉണ്ടാകും. ആൻഡ് ദ സ്പീച്ച് ഓർ റൈറ്റിംഗ് ഫെയിൽസ് ടു മേക്ക് ആൻ ഇംപ്രഷൻ ഓൺ ദ ലിസണേഴ്സ് ഓർ ദ റീഡേഴ്സ്. അപ്പൊ വ്യക്തമായ ഘടന ഇല്ലാതെയാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ അത് വായിക്കുന്ന ആളുകൾക്കും അതേപോലെ നമ്മളുടെ സംസാരം കേൾക്കുന്ന ആളുകൾക്കും ഒരുപാട് കൺഫ്യൂഷനുകൾ അഥവാ സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. സോ എ സിമ്പിൾ പ്ലാൻ ഷുഡ് ബി ഫോളോവ്ഡ് ഇൻ ദ ഗിവൺ സീക്വൻസ്. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ചാണ് എഴുതുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാകണം. ഇനി അതിന് അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെ ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കേസ്, മൂന്നാമത്തെ പ്രൂഫ് ഇൻ സപ്പോർട്ട് ഓഫ് ദി കേസ്, നാലാമത്തെ കൺക്ലൂഷൻ. അതായത് ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കേസ്, പ്രൂഫ് ഇൻ സപ്പോർട്ട് ഓഫ് ദി കേസ്, അതേപോലെ തന്നെ കൺക്ലൂഷൻ. The above plan can be expanded to make it more precise and impressive. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്ലാനുകളെല്ലാം വളരെ എക്സ്പാൻഡഡ് ആയിട്ടും അതേപോലെ തന്നെ ആൻഡ് ടു മേക്ക് ഇറ്റ് മോർ പ്രിസൈസ് ആൻഡ് ഇംപ്രസീവ്, വളരെ വ്യക്തമായും തയ്യാറാണ്. ഇനി ഇൻട്രൊഡക്ഷൻ, നരേഷൻ, പ്രൊപ്പോഷൻ ഓർ എക്സ്പോസിഷൻ, ഡിവിഷൻ ഓഫ് ദി ടോപ്പിക്, പ്രൂഫ് ഓഫ് കൺഫർമേഷൻ, റെഫ്യൂട്ടേഷൻ, കൺക്ലൂഷൻ. ഇത്രയുമാണ് നമ്മൾ ഒരു സ്പീച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന റൈറ്റിംഗ് ആണെങ്കിലും കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടത്. അതായത് ഇൻട്രൊഡക്ഷൻ വേണം, അതേപോലെ തന്നെ അതിന് നരേഷൻ, പിന്നെ പ്രൊപ്പോസിഷൻ ഓർ എക്സ്പോസിഷൻ, ഡിവിഷൻ ഓഫ് ദി ടോപ്പിക്, പ്രൂഫ് ഓർ കൺഫർമേഷൻ, റെഫ്യൂട്ടേഷൻ, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി പ്ലാൻ ആസ് ഇൻ ദ ബിഗിനിങ് ദ സ്പീക്കർ ഓർ റൈറ്റർ നീഡ്സ് ടു ഡ്രോ അറ്റൻഷൻ ആൻഡ് അറൗസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഓഡിയൻസ് വിത്ത് എ പ്രോമിസ് ഓഫ് ഇമ്പോർട്ടന്റ് തിങ്സ് ടു ബി ഫോളോവ്ഡ്. ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയുന്നത് ഒരു പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി പ്ലാൻ ആസ് ഇൻ ദ ബിഗിനിങ്, തുടക്കത്തില് ദ സ്പീക്കർ ഓർ റൈറ്റർ നീഡ്സ് ടു ഡ്രോ അറ്റൻഷൻ ആൻഡ് എറൗസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഓഡിയൻസ്. അതായത് ഇപ്പൊ ഒരു പ്രാസംഗികനാണെങ്കിലും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണെങ്കിലും തന്റെ കൃതികൾ മറ്റുള്ളവര് താല്പര്യത്തോടു കൂടി വായിക്കണം, അല്ലെങ്കിൽ തന്റെ സംസാരം മറ്റുള്ളവർ താല്പര്യത്തോടു കൂടി കേട്ടിരിക്കണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് താൻ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ താൻ എന്തിനെ കുറിച്ചാണോ എഴുതുന്നത് അതിനൊരു ആമുഖം കൊടുക്കുക എന്നതാണ്. The speaker needs to create a personal relationship with his audience. അത് മാത്രമല്ല, ഇതോടൊപ്പം സ്പീക്കർ തൻ്റെ ഓഡിയൻസുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു ബൈ അഡ്രസ്സിങ് ദ ലിസണേഴ്സ് ഓർ ദ റീഡേഴ്സ് ഡയറക്റ്റ്ലി. വായനക്കാരെയോ അല്ലെങ്കിൽ കേൾവിക്കാരെയോ നേരിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു ഈ ഇൻട്രൊഡക്ഷനിലൂടെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർക്ക് ആന്റണി ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേ ജൂലിയസ് സീസർ begins his speech as follows. അതായത് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഷേക്സ്പിയർ കൃതിയിലെ മാർക്ക് ആന്റണി, ജൂലിയസ് സീസർ എന്ന ഷേക്സ്പിയർ കൃതിയിലെ മാർക്ക് ആന്റണി തന്റെ സംസാരം ആരംഭിക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ് അഡ്രസ് അറ്റ് ദ 15th session of the Indian National Congress, Faisapur, in December 1930 as follows. Comrades, 8.5 months ago, I addressed you from this tribune, and now at your bidding, I am here again. അതായത്
അതുപോലെ തന്നെ എല്ലാം മറ്റേത് റൈറ്റേഴ്സിന്റെ കൃതികൾ എടുത്താലും അതിനെല്ലാം തന്നെ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വായിച്ചാൽ നമുക്ക് എന്താണ് റൈറ്റർ തന്റെ കൃതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തന്റെ കൃതിയിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാനായിട്ട് സാധിക്കുന്നു. ഇനി അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് ഒരു സ്പീച്ചിനാണെങ്കിലും അതേപോലെ തന്നെ ഒരു എന്താ പറയുന്ന സംസാരത്തിനാണെങ്കിലും പ്രസംഗത്തിനാണെങ്കിലും ഫസ്റ്റ് വേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. Some of the tactics of a direct opening are followed. The orator can follow an indirect opening in case as if he feels that he has to overcome any resistance from his audience or the nature of his case puts him or her at a disadvantage. അതായത് ഇവിടെ ഒരു ഡയറക്റ്റ് ഓപ്പണിങ്ങിനുള്ള ഒരു എന്താ പറയുന്ന ചില തന്ത്രങ്ങളാണിത്. അതായത് നേരിട്ട് നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ നേരിട്ടൊരു വായന നടത്തുന്നതിനോ ഉള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് സാധിക്കുന്നത്. Some of the tactics of a direct opening are followed. നേരിട്ടൊരു ഓപ്പണിംഗ്. The orator can follow an indirect opening in a case as if he feels that he has to overcome any resistance from his audience or the nature of his case puts him at a disadvantage. അതായത് തന്റെ ഓഡിയൻസിൽ നേരിടുന്ന ഏതൊരു റെസിസ്റ്റൻസും എതിർപ്പുകളും വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് ഇൻട്രൊഡക്ഷനിലൂടെ എഴുത്തുകാരന് സാധിക്കുന്നു. അപ്പൊ ഏതെങ്കിലും രീതിയിൽ തന്റെ ഓഡിയൻസ് എതിർപ്പ് പ്രകടമാക്കിയാൽ ആ റെസിസ്റ്റൻസിന് എതിർത്ത് നിൽപ്പിനെ വളരെ ഭംഗിയായിട്ട് ഓവർകം ചെയ്യാനായിട്ട് ഈ ഇൻട്രൊഡക്ഷനിലൂടെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് നറേഷൻ ഓഫ് ഫാക്ട്സ്. അപ്പൊ ഒന്നാമത്തെ സ്ട്രക്ചർ, ദെൻ രണ്ടാമത്തേതാണ് നറേഷൻ. നറേഷൻ മേ സെർവ് എ വെറൈറ്റി ഓഫ് പർപ്പസ് ഇൻ റൈറ്റിംഗ്. അതായത് നറേഷൻ എഴുത്തുകളിൽ റൈറ്റിംഗിൽ വളരെയധികം എന്താ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ സെർവ് ആസ് ദ പ്രൈമറി മോഡ് ഇൻ എ നറേറ്റീവ്. അതൊരു പ്രൈമറി മോഡ്, നറേറ്റീവിൽ ഒരു പ്രൈമറി മോഡായിട്ട് കണക്കാക്കുന്നു. നറേഷൻ മേ ഓൾസോ ബി യൂസ്ഡ് ലൈക്ക് റീസൺസ് ആൻഡ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് എ തീസിസ് ബേസ്ഡ് ഓൺ എയ്തർ ഫാക്ട് ഓർ ഇൻവെൻഷൻ. ഇനി ഈ നറേഷനിലൂടെ നറേഷൻ മേ ഓൾസോ ബി യൂസ്ഡ് ജസ്റ്റ് ലൈക്ക് റീസൺസ് ആൻഡ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് എ തീസിസ്. അതായത് അതിന്റെ എന്താ പറയുന്ന കാരണങ്ങള് അല്ലെങ്കിൽ അതിന്റെ കാര്യകാരണ സഹിതം ഒരു തീസിസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെയാണ് നറേഷൻ എന്ന് പറയുന്നത്. ഇൻ ജനറൽ നറേഷൻ ഓഫ് ഫാക്ട്സ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ജുഡീഷ്യൽ ഡിസ്കോഴ്സസ് ലൈക്ക് ദോസ് ഡെലിവേർഡ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. The narrative always should be brief, clear and convincing. ഈ നറേഷൻ എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വളരെ ബോധ്യപ്പെടുന്ന രീതിയിലും വളരെ ബ്രീഫ്, വളരെ ചെറുതുമായിട്ടായിരിക്കണം, ചുരുക്കത്തിലും ആയിരിക്കണം. The narrative always should be brief, clear and convincing. Narration of facts not necessarily be ruled out in other fields like physical sciences, social sciences, humanities or commerce. അതായത് ഈ നറേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിലോ നമുക്ക് കാണാനായിട്ട്, ഹ്യൂമാനിറ്റീസിലോ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ രണ്ടാമത്തെ പ്ലാനിങ്ങിലെ രണ്ടാമത്തേതാണ് നറേഷൻ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തേതാണ് പ്രൊപ്പോസിഷൻ ഓർ എക്സ്പോസിഷൻ. ഇൻ എ സ്പീച്ച് വൺ ഷുഡ് സ്പീക്ക് വെരി ബ്രീഫ്ലി. ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പ്രസംഗത്തില് ഒരാൾ വളരെ ചുരുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ ചുരുക്കത്തിലും വ്യക്തവുമായിട്ട് എന്ത് ചെയ്യണം, താൻ സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ച് ഓഡിയൻസിനെ ധരിപ്പിച്ചിരിക്കണം. ഇൻ എ സ്പീച്ച് വൺ ഷുഡ് സ്പീക്ക് വെരി ബ്രീഫ്ലി ആൻഡ് ക്ലിയർലി അണ്ടർ ഡിസ്കഷൻ ദ പ്രോപ്പർ കൺസേൺ. അതായത് താൻ സംസാരിക്കുന്ന വിഷയം എന്താണ് എന്ത് ചെയ്തിരിക്കണം, ഓഡിയൻസിനെ അറിയിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിവിഷൻ ഓഫ് ദി ടോപ്പിക്. ദ ടോപ്പിക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ദ മേജർ കൺസേൺസ് ഓഫ് ദി സ്പീച്ച്. സംഭാഷണത്തിനനുസരിച്ച് ടോപ്പിക്കുകളെ ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് നോട്ട് ബി നോർമലി മോർ ദാൻ 3 മേജർ കൺസേൺസ് ഓർ ഇഷ്യൂസ് ഫോർ ഡിസ്കഷൻ ഇൻ വൺ ഡിസ്കോഴ്സ്. അതായത് ഒരിക്കലും ഒരു ടോപ്പിക് 3-ൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ 3 ഹെഡിങ്ങുകളിൽ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. The chances of confusion will be greater with greater the number of issues. അതായത് ഇഷ്യൂസ് കൂടുന്തോറും അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ എണ്ണം കൂടുന്തോറും അവിടെ കൺഫ്യൂഷനും കൂടും.
The division of the topics helps the listener or reader to keep track of the speakers or writers' progress in the course of the discourse. ഇനി അടുത്തതാണ് പ്രൂഫ് ഓർ കൺഫർമേഷൻ. പ്രൂഫ് ഓർ കൺഫർമേഷൻ ഈസ് ദ കോർ ഓഫ് സ്പീച്ച്. സ്പീച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രൂഫ് ഓർ കൺഫർമേഷൻ. In rhetoric, proof is the part of a speech or written composition that sets out the arguments in support of thesis. അതായത് പ്രൂഫ് എന്ന് പറയുന്നത്, പ്രൂഫ് ഈസ് ദ പാർട്ട് ഓഫ് എ സ്പീച്ച്, ഒരു സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി അത് ഓർ എ റിട്ടൺ കമ്പോസിഷൻ ദാറ്റ് സെറ്റ്സ് ഔട്ട് ദ ആർഗ്യുമെന്റ്സ് ഇൻ സപ്പോർട്ട് ഓഫ് എ തീസിസ്. Also known as confirmation, piss and probatio. The speaker collects all the facts in his or her favor, evidence of witnesses, indirect evidences, arguments on the basis of probability. അതായത് പ്രൂഫ് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് തെളിവ്. അതായത് ഒരു പ്രസംഗം നടത്തുന്ന ആള് താൻ സംസാരിക്കുന്ന വിഷയം സത്യമാണ്, അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന വിഷയത്തെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക്, കേൾവിക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ പറയുന്നതിന് വ്യക്തമായ പ്രൂഫ് നൽകി പറയണം. അപ്പൊ പ്രൂഫ് ഓർ കൺഫർമേഷൻ ഇസ് ദ കോർ ഓഫ് സ്പീച്ച്. ഒരു പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രൂഫ് ഓർ കൺഫർമേഷൻ ആണ്. Classical rhetoric is a source of for many ideas and concepts about writing and speaking that writing studies uses today. According to classical rhetoricians, these be arranged in a military formation, strong ones coming first, the weak ones sheltered in the middle, and the most powerful ones defending the rear. English rhetorician Blair suggested that arguments should advance towards a climax. Who was an 18th century rhetorician. ഇനി അടുത്തതാണ് റെഫ്യൂട്ടേഷൻ. എന്താണ് റെഫ്യൂട്ടേഷൻ? എ റെഫ്യൂട്ടേഷൻ ഓഫ് ആൻ ആർഗ്യുമെന്റ്, അക്യൂസേഷൻ ഓർ തിയറി ഈസ് സംതിങ് ദാറ്റ് പ്രൂവ്സ് ഇറ്റ് ഈസ് റോങ്. അതായത് റെഫ്യൂട്ടേഷൻ ഓഫ് ആൻ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അക്യൂസേഷൻ അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് പ്രൂവ്സ് ഇറ്റ് ഈസ് റോങ്, അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ. ഇനി ദ ഒറേറ്റർ ഓർ സ്പീക്കർ റിപ്ലൈസ് ദ arguments made or likely to be made against him here. The speaker might refute the arguments of his adversary by exposing the latter's intentions and or his character or the verdict of others against him. ഇനി ലാസ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. In the last part of his discourse, the writer or speaker generally does three things. അതായത് തന്റെ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ തന്റെ സ്പീച്ചിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് 3 കാര്യങ്ങളാണ് ഒരു സ്പീക്കർ ചെയ്യുന്നത്. The highlights of the speech can be summarized into a few lines. അതായത് തന്റെ സംഭാഷണം അല്ലെങ്കിൽ തന്റെ പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് ചെയ്യുന്നു? ഹൈലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സംഗ്രഹിക്കുന്നു. പിന്നീട് സ്പീക്കർ അഫേംസ് ഓർ എംഫാറ്റിക്കലി സ്റ്റേറ്റ്സ് ഹിസ് പൊസിഷൻ ഓർ ഫൈൻഡിങ്സ് ഇംപ്രസീവ്ലി. തന്റെ കണ്ടെത്തലുകള് ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലാക്കാൻ ശ്രമിക്കുന്നു. The speaker, however, appeals to the tender feelings of the judge and the audience by arousing pity or indignation in them for a judicial ovation. He cries for his ill luck and goes on to show that he will be brave and patient in his adversity. Cicero, the Roman consul, orator and writer, pointed out that a good orator would not linger over this portion of his speech because a tear is quickly dried, especially when shed for the misfortunes of others. അപ്പോൾ അവസാനം നമ്മൾ ഒരു സ്പീച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കേസ്, പിന്നെ പ്രൂഫ്, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. ഇത്രയുമാണ് ഒരു സ്പീച്ചിന് വേണ്ട, അല്ലെങ്കിൽ ഒരു റൈറ്റിങ്ങിന് വേണ്ട, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആയാലും റൈറ്റിംഗ് ആയാലും വേണ്ട പ്ലാനിങ് എന്ന് പറയുന്നത്. അതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ നറേഷൻ, തേർഡ് വൺ പ്രൊപ്പോസിഷൻ ഓർ എക്സ്പോസിഷൻ, ഫോർത്ത് വൺ ഡിവിഷൻ ഓഫ് ദി ടോപ്പിക്,
അടുത്തത് പ്രൂഫ് ഫോർ കൺഫർമേഷൻ, പിന്നെ റെഫ്യൂട്ടേഷൻ, ദെൻ ലാസ്റ്റ് കൺക്ലൂഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസ് ഓഫ് റെപ്പിറ്റേഷൻ. റെപ്പിറ്റേഷൻ ആസ് എ റിട്ടോറിക്കൽ ഡിവൈസ്. എന്താണ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്? ഒരു റിട്ടോറിക്കൽ ഡിവൈസ് ആണെന്ന് പറയാൻ കാരണം, there are many ordinary things in our everyday communication where we say certain things again and again to emphasize them. അതായത് നമ്മുടെ സാധാരണ ലൈഫിൽ അല്ലെങ്കിൽ സാധാരണ ജീവിതത്തില് ദിവസവും നമ്മൾ വളരെയധികം സാധാരണമായിട്ടുള്ള ഓർഡിനറി തിങ്സ്, അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിനിമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള വളരെയധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ദ ബോസ് സേസ് ബി ഓൺ ടൈം, യു ആർ ഓൾവേസ് ലേറ്റ്. ഇപ്പോ നമ്മൾ സ്ഥിരമായി വൈകി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോസ് നമ്മളോട് കൃത്യമായും കൃത്യസമയത്ത് വരണമെന്ന് ആവശ്യപ്പെടും. അപ്പോ റെപ്പിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. We can see the repetition of the grammatical structure you must used by mother to emphasize certain things the son has to do. അതായത് റെപ്പിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ടുന്നതായ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് എംഫസൈസ് കൊടുത്ത് അല്ലെങ്കിൽ ഊന്നൽ കൊടുത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുക, അതിനെയാണ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. We can see the repetition of the grammatical structure you must used by the mother to emphasize certain things the son has to do. An important part of one's communication is through gestures and the quality, the loudness and the pitch of one's voice. But the language patterns in the example given above also convey the absolute necessity of doing certain things in time. Sometimes we repeat certain words. ചില സമയത്ത് നമ്മൾ ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. എക്സ്പ്രഷൻസ്, വാക്കുകൾ മാത്രമല്ല എക്സ്പ്രഷൻസും, ഓർ ഈവൻ സെന്റൻസസ് ടു പ്രൊഡ്യൂസ് എ പ്ലീസിങ് ഇഫക്റ്റ്. സെന്റൻസുകളായാലും വാക്കുകളായാലും എക്സ്പ്രഷനുകളായാലും ചില സമയത്ത് നമ്മൾ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ ആവർത്തിച്ച് അത് റിപ്പീറ്റ് ചെയ്യുന്നു. But the language patterns in the example given above also convey the absolute necessity of doing certain things in time. പക്ഷേ ലാംഗ്വേജ് പാറ്റേണിലൂടെ നമുക്ക് എന്താണ് ഈ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. Sometimes we repeat certain words, expressions or even sentences to produce a pleasing effect. ഒരു പ്ലീസിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില വാക്കുകൾ, അതേപോലെ തന്നെ ചില എക്സ്പ്രഷനുകൾ, അതേപോലെ തന്നെ ചില സെന്റൻസുകൾ എല്ലാം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇപ്പൊ റൈറ്റിങ്ങിലാണെങ്കിലും സ്പീച്ചിലാണെങ്കിലും ചില വാക്കുകൾ അതേപോലെ ചില സെന്റൻസുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് പ്ലീസിങ് ആയിട്ട് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, in these lines from a nursery rhyme, London Bridge is falling down, falling down, falling down, London Bridge is falling down. അതായത് ആ ഫാളിംഗ് ഡൗൺ എന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോയത്തിന് അല്ലെങ്കിൽ ആ റൈമിന് ഒരു എന്താ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്ലീസിങ് ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി while giving long speeches, the audience generally finds it difficult to understand the main points if the speaker does not repeat the things which he considers more important than the rest. ഇനിയിപ്പോ ഒരു സ്പീച്ച് നടത്തുമ്പോൾ ആ സ്പീക്കർ പ്രത്യേകമായിട്ടും ചില പോയിന്റുകൾ, അതായത് തന്റെ സംഭാഷണത്തിന്റെ മെയിൻ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എന്താണ് ഈ സ്പീക്കർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ സ്പീക്കർ പറഞ്ഞത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. While giving long speeches, the audience generally finds it difficult to understand the main points if the speaker does not repeat. സ്പീക്കർ റിപ്പീറ്റ് ചെയ്തില്ല എങ്കിൽ the things which he considers more important than the rest, അതായത് മുൻപ് പറഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സ്പീച്ച് റിപ്പീറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് എന്താണ് ഈ സ്പീച്ച് പറഞ്ഞതിലൂടെ സ്പീക്കർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട്
സാധിക്കില്ല. ഇനി നമ്മൾ പറയുന്നത് വേരിയസ് പാറ്റേൺസ് ഓഫ് റെപ്പിറ്റേഷനെ കുറിച്ചാണ്. ഒറേറ്റേഴ്സ് ആൻഡ് ലിറ്റററി ആർട്ടിസ്റ്റ്സ് യൂസ് റെപ്പിറ്റേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. ഒറേറ്റേഴ്സും അതേപോലെ തന്നെ ലിറ്റററി ആർട്ടിസ്റ്റുകളും റെപ്പിറ്റേഷൻ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്, പല രീതികളിലാണ് റെപ്പിറ്റേഷൻ നടത്തുന്നത്. വി ക്യാൻ സി എ ലോട്ട് ഓഫ് റെപ്പിറ്റേഷൻ ഇൻ ഒറാറ്റോറിക്കൽ റൈറ്റിംഗ്സ്. ഒറാറ്റോറിക്കൽ റൈറ്റിംഗ്സിലൂടെ നമുക്ക് ധാരാളം റിപ്പീറ്റേഷൻ എന്താണ് കാണാനായിട്ട് സാധിക്കുന്നു. ചില എക്സാമ്പിളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറ്റ് റെയിൻഡ് ഓൺ ഹിസ് ലൗസി ടോംസ്റ്റോൺ ആൻഡ് ഇറ്റ് റെയിൻഡ് ഓൺ ദ ഗ്രാസ് ഓൺ ഹിസ് സ്റ്റൊമക്ക്. അതേപോലെ തന്നെ ഇറ്റ് റെയിൻഡ് ഓൾ ഓവർ ദ പ്ലേസ്. ഇതെല്ലാം എന്താ പറയുന്നത്, പാറ്റേൺസ് ഓഫ് റിപ്പീറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ആൾട്ടർനേറ്റീവ് ഫോംസ് ഫോർ റിക്വസ്റ്റസ്, ഓഫേഴ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ്. വൈൽ ഡൂയിങ് റിക്വസ്റ്റസ്, ഓഫേഴ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ് വിത്ത് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ആസ് എ യൂസ് ആസ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് ഫോം. വൈൽ ഡൂയിങ് ദ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നടത്തുമ്പോൾ ലാംഗ്വേജ് സ്പീക്കേഴ്സ് യൂസ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് ഫോംസ്, പലതരത്തിലുള്ള ഫോമുകൾ ഉപയോഗിക്കുന്നു. For example, requests can be made with shall, may, can, will, or with should, might, could, and would. They can also be made without models and also vary from statements to imperatives to interrogatives. ഇനി വേരിയന്റ് ഫോംസ് വിത്ത് മോഡൽസിൽ പറയുന്നത്, വി വിൽ സി വേരിയേഷൻ ഇൻ ഫോം വിത്ത് മോഡൽസ്. നമുക്ക് മോഡൽസിന് പല വേരിയേഷൻ കാണാനായിട്ട് സാധിക്കുന്നു. ഷാൽ ഈസ് എ മോഡൽ വെർബ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. ഫ്യൂച്ചർ ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോഡൽ വെർബാണ് ഷാൽ എന്ന് പറയുന്നത്. ഷാൽ ഈസ് എ മോഡൽ വെർബ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ആക്ഷൻ. When the speaker uses shall with he in questions and the result may be polite. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസിനോടൊപ്പം ഷാൽ ഉപയോഗിക്കുമ്പോൾ അതിൽ പൊളൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവ്യത ഉണ്ടാകുന്നു. പൊളൈറ്റ് ഓഫേഴ്സ്, അതേപോലെ റിക്വസ്റ്റസ് ഫോർ അഡ്വൈസ്, സജഷൻസ്. He is motivated to consult his character. He lets the hearer as it were impose the obligation on him. ഇനി shall we begin dinner, അതേപോലെ shall we move into the living room, we missed the bus, what shall we do now, shall we start the music. അവിടെ എല്ലാം shall we start the music എന്ന് പറഞ്ഞ സജഷൻ ആണ്. we missed the bus, what shall we do now, ഇത് റിക്വസ്റ്റ് ആണ്. shall we start the music, അത് സജഷൻ ആണ്. അപ്പൊ ഷാൽ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുന്നത്, സജഷൻ ആയാലും അതേപോലെ തന്നെ റിക്വസ്റ്റ് ആയാലും ഒക്കെ പൊളൈറ്റ് ആക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യൻസുകളും നമ്മൾ റിട്ടോറിക്കൽ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ജസ്റ്റ് ഫോർ ഇഫക്റ്റ് ഓർ ടു ലേ എംഫസിസ് ഓൺ സം പോയിന്റ് ബി ഡിസ്കസ്ഡ്. വെൻ നോ റിയൽ ആൻസർ ഈസ് എക്സ്പെക്ടഡ്. യഥാർത്ഥത്തിലുള്ള ആൻസർ പ്രതീക്ഷിക്കാതെ ചില സമയത്ത് നമ്മൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് മേ ഹാവ് ആൻ ഒബ്വിയസ് ആൻസർ. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിന് എന്താണ്, വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസറുകളാണ് ലഭിക്കുന്നത്. ബട്ട് ദ ക്വസ്റ്റ്യനർ ആസ്ക് ഇറ്റ് ടു ലേ എംഫസിസ് ടു ദ പോയിന്റ്. ഇൻ ലിറ്ററേച്ചർ എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈസ് സെൽഫ് എവിഡന്റ്. ലിറ്ററേച്ചറിൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽഫ് എവിഡന്റ് ആണ്. ആൻഡ് യൂസ്ഡ് ഫോർ സ്റ്റൈൽ ആസ് ആൻ ഇംപ്രസീവ് പെർസ്യൂസീവ് ഡിവൈസ്. അതൊരു ഇംപ്രസീവ് പെർസ്യൂസീവ് ഡിവൈസ് ആയിട്ട് സ്റ്റൈലായിട്ട് ഉപയോഗിക്കും. അപ്പോ ക്വസ്റ്റ്യൻസ് ആസ് എ റിട്ടോറിക്കൽ ഡിവൈസ്, ക്വസ്റ്റ്യനുകളും നമുക്കൊരു റിട്ടോറിക്കൽ ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ ഏതാണ്ട് പോർഷൻ കവർ ചെയ്ത് ഈ ചാപ്റ്ററുകളെല്ലാം തീർത്തു. സോ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്.